എല്ലാവർക്കും നമസ്കാരം. സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എന്ന സെഷനിലേക്ക് സ്വാഗതം. ഇത് 19ാമത്തെ ദിവസമാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ എന്ന സെഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഡിഗ്രി ലെവൽ പ്രിലിംസ്, 10th ലെവൽ മെയിൻസ് പോലുള്ള പരീക്ഷകൾക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങളെ ഫെമിലറൈസ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഈ സെഷനുള്ളത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, രാജ്യത്തിൻ്റെ 14ാം രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ആണോ? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, രാജ്യത്തിൻ്റെ 14ാം രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. 2, രാജ്യത്തിൻ്റെ 2ാം വനിതാ രാഷ്ട്രപതിയാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റുമായി ക്ലബ് ചെയ്തിട്ട് തന്നെയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. രാജ്യത്തിൻ്റെ 2ാമത്തെ വനിതാ രാഷ്ട്രപതിയാണ്. 3, രാഷ്ട്രപതിയുടെ ഇലക്ട്രൽ കോളേജിൽ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, രാഷ്ട്രപതിയുടെ ഇലക്ട്രൽ കോളേജിൽ നോമിനേറ്റഡ് ആയിട്ടുള്ള അംഗങ്ങളും പങ്കെടുക്കും. നോമിനേറ്റഡ് അംഗങ്ങളും പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ ഇലക്ട്രൽ കോളേജിൽ നോമിനേറ്റഡ് ആയിട്ടുള്ള അംഗങ്ങളും പങ്കെടുക്കുക. 4, ഇന്ത്യയുടെ 15ാം ഉപരാഷ്ട്രപതിയാണ് ജഗ്ദീപ് ധൻഖർ. ഇന്ത്യയുടെ 15ാം ഉപരാഷ്ട്രപതിയാണ് ജഗ്ദീപ് ധൻഖർ. 5ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സന്താൾ ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. സന്താൾ ആദിവാസി വിഭാഗം, ദ്രൗപദി മുർമു. ആദ്യത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. 5ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. 6ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, വിപ്പ് എന്ന പദവി ഭരണഘടനയിലുണ്ട്. വിപ്പ് എന്ന പദവി ഭരണഘടനയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7, സോളിസിറ്റർ ജനറൽ എന്ന പദവി ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സോളിസിറ്റർ ജനറൽ, അറ്റോർണി ജനറലിനെ സഹായിക്കാൻ വേണ്ടിയാണ് സോളിസിറ്റർ ജനറൽമാർ. അപ്പോൾ സോളിസിറ്റർ ജനറൽ എന്ന പദവി ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 8, ബജറ്റ് എന്ന വാക്ക് ആർട്ടിക്കിൾ 112 പരാമർശിച്ചിരിക്കുന്നത്. ബജറ്റ് എന്ന വാക്ക് ആർട്ടിക്കിൾ 112 പരാമർശിച്ചിരിക്കുന്നത്. 9, നോട്ട, അതായത് നൺ ഓഫ് ദി എബോവ്, നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഇന്ത്യയാണോ? കിഫ്ബി എന്ന് കേട്ടില്ലേ? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് സ്ഥാപിതമായത് 1999. ഇതൊരു ആക്ട് വഴിയാണ് സ്ഥാപിതമായത്. കിഫ്ബി 1999 എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, രാജ്യത്തിൻ്റെ 14ാം രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. 15th പ്രസിഡൻ്റാണ് ദ്രൗപദി മുർമു. രാജ്യത്തിൻ്റെ 2ാം വനിതാ രാഷ്ട്രപതിയാണ്. ശരിയാണ്. 3, രാഷ്ട്രപതിയുടെ ഇലക്ട്രൽ കോളേജിൽ, ഇമ്പോർട്ടൻ്റ് ആണ്, ഇലക്ട്രൽ കോളേജിൽ നോമിനേറ്റഡ് അംഗങ്ങൾ പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ ഇലക്ട്രൽ കോളേജിൽ നോമിനേറ്റഡ് അംഗങ്ങൾ പങ്കെടുക്കില്ല. എലക്റ്റഡ് ആയിട്ടുള്ള അംഗങ്ങൾ മാത്രമേ പങ്കെടുക്കൂ. 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇന്ത്യയുടെ 15ാം ഉപരാഷ്ട്രപതിയാണ് ജഗ്ദീപ് ധൻഖർ. 15 14 14th. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് രാഷ്ട്രപതിയുടെ കാര്യത്തിലും ഉപരാഷ്ട്രപതിയുടെ കാര്യത്തിലും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 4 തെറ്റാണ്. 14th വൈസ് പ്രസിഡൻ്റാണ് ആര്? ജഗ്ദീപ് ധൻഖർ. സന്താൾ ആദിവാസി വിഭാഗത്തിൽ നിന്നും ഉള്ള ആദ്യത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ശരിയാണ്. ഒഡീഷയാണ് സ്ഥലം കേട്ടോ, ഒഡീഷ. 5 സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 6, വിപ്പ് എന്ന പദവി ഭരണഘടനയിലുണ്ട്. വിപ്പ് ഉണ്ടോ? ഇല്ല. വിപ്പ് എന്ന പദവി ഭരണഘടനയിലില്ല. സോളിസിറ്റർ ജനറൽ എന്ന പദവി ഭരണഘടനയിലുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്, സോളിസിറ്റർ ജനറൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ അറ്റോർണി ജനറലിനെ സഹായിക്കുന്ന അംഗങ്ങളാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോ ഓഫീസേഴ്സാണ്. അപ്പോൾ സോളിസിറ്റർ ജനറലും ഭരണഘടനയിലില്ല. 8, ബജറ്റ് എന്ന വാക്ക് ആർട്ടിക്കിൾ 112 മെൻഷൻ ചെയ്തിരിക്കുന്നത്. ബജറ്റ് ആക്ച്വലി ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ബജറ്റില്ല. ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. 9, നോട്ട നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഇന്ത്യയാണ്. നോട്ട നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ് ഏഷ്യൻ രാജ്യമാണ്. ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശാണ്. 10, കിഫ്ബി സ്ഥാപിതമായത് 1999. അതെ, KIIFB ആക്ട് എന്ന് പറയുന്നത്, കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് ആക്ട് എന്ന് പറയുന്നത്, അല്ലെ ഫണ്ട് ആക്ട് എന്ന് പറയുന്നത് 1999. അപ്പോൾ 10ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ചോദ്യങ്ങൾ. വളരെ ഈസി ചോദ്യങ്ങളായിരുന്നു. ഒരു 9 വെക്കാം നമുക്ക് കട്ട് ഓഫ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.